റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെ നീണ്ടുകിടക്കുന്ന പാർട്ടി എന്ന് എതിരാളികൾ കളിയാക്കി വിളിക്കുമെങ്കിലും ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RSP. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു മുഴുത്ത വർഗീയ പരാമർശം നടത്തിയ പ്രേമചന്ദ്രൻ്റെയും അതുപോലെ ഷിബു ബേബി ജോണിൻ്റെയും RSPയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതേ RSPയുടെ നേതാവ് സലീം മഞ്ഞപ്പാറ മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ പഞ്ചായത്ത് നമ്മൾ പിടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അവർ പിടിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നില്ല. സമയത്ത് വന്ന് ഇത്തിരി കോപ്രായം കാണിച്ച് 2 പോസ്റ്റർ ഒട്ടിച്ചു പോകുന്നതാണ്. ജനീയ വിഷയങ്ങളുടെ ഇടത്താവളങ്ങളിലൂടെ ഇനിയെങ്കിലും കടന്നു വരുമെങ്കിൽ, ജനീയ വിഷയങ്ങളിൽ മുന്നേറുമെങ്കിൽ, ജനീയ വിഷയങ്ങൾ, നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ, ജനവും മരണവും തൊട്ട് തുടങ്ങി ജീവൽ പ്രധാനമായ കാർഷിക വിളകളുടെ വിലയിടിവ് തൊട്ട് തുടങ്ങി ഇവിടുത്തെ പെൻഷൻ സംവിധാനങ്ങളുടെ വിഷയങ്ങൾ തൊട്ട് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഒരു പ്രവർത്തനമുണ്ട്. അതാണ് UDFന്റെ പരാജയം. സലീം മഞ്ഞപ്പാറ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. സ്വന്തം പാർട്ടിയെക്കുറിച്ച് തന്നെയാണ് സലീം മഞ്ഞപ്പാറ ഇവിടെ സംസാരിച്ചത്. സ്വന്തം പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ് കഴിഞ്ഞ ദിവസം ശബരിമലയുമായി കൂട്ടിച്ചേർത്ത് ഇത്ര വലിയ ഒരു വർഗീയ പരാമർശം നടത്തിയത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉണരുന്ന പാർട്ടിയാണ് RSP എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു RSP? നിരവധി MLAമാരും മന്ത്രിമാരും RSP ഓഫീസിന് മുന്നിൽ നിരന്നുകിടക്കുന്ന സ്റ്റേറ്റ് കാറുകളുമൊക്കെ ഇന്നൊരു സ്വപ്നം മാത്രമാണ്. ആകെയുള്ളത് MP എന്ന ബോർഡ് വച്ച ഒരു വാഹനം മാത്രം. വളരെ ബഹുമാനത്തോടെ കണ്ട ഗംഭീരരായ ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് RSP എന്ന് പറയുന്നത്. ഈ ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണല്ലോ ഒരർത്ഥത്തിൽ. അപ്പോൾ ഇവർ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് PNG ജംഗ്ഷനിലാണ് ഇവരുടെ ഓഫീസ് ഉണ്ടാവുക. ഒരു കാലത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ നേതാക്കന്മാരെ മുഴുവൻ ഇങ്ങനെ കാണും. പഴയ രൂപത്തിലുള്ള ഒരു കെട്ടിടമാണ്, പക്ഷേ വിശാലമായ മുറ്റമാണ്. അവിടെ ഇങ്ങനെ ധാരാളം സ്റ്റേറ്റ് കാറുകളൊക്കെ കിടക്കും. കാരണം അത്രയും വലിയ ആ നിലയ്ക്ക് വലിപ്പമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇപ്പോൾ അതേണ്ട CPI കഴിഞ്ഞ ഈ വിഷയത്തിൽ PM ശ്രീയിൽ അഭിപ്രായം പറയുന്നത് പോലെ ആ ഒരു രാഷ്ട്രീയ സ്ഥൈര്യത്തോടെ അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. പിന്നെ തമ്മിൽ തല്ലി പല വഴിക്ക് പിരിഞ്ഞ് പലതായി പിരിഞ്ഞ് പോകുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് NK പ്രേമചന്ദ്രൻ വലിയ സുഖമില്ലാതെയൊക്കെ ഒരു തവണ ഡൽഹിയിൽ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഈ അന്നത്തെ പങ്കജാക്ഷൻ ഒക്കെ അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം അവരുടെ എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷയായ ഒരു നേതാവായിരുന്നു NK പ്രേമചന്ദ്രൻ. അപ്പോൾ അങ്ങനെ ഒരു നേതാവാണ്, അതായത് ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഷിബു ബേബി ജോണും ഇവർ രണ്ടും കൂടെ കണ്ടെത്തിയ വലിയ റവല്യൂഷനാണ് ഈ ബീഫും പൊറോട്ടയും കൊടുത്ത് ഈ 2 പേരെ മല കയറ്റി എന്നുള്ളത്. കാരണം ഷിബു ബേബി ജോൺ ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ തുടർച്ച ഇവർ കൂടിയാലോചനാ സമിതിയിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇത്ര ഒരുമയോടെ RSPയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രസ്താവനയും അതിനൊരു തുടർച്ചയൊക്കെ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല. അതിലെപ്പോഴും അവർ രഹന ഫാത്തിമയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലത്തെ ഈ വിമർശനത്തിൽ പുള്ളിക്ക് തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് രണ്ടാമത് ആ പേരൊന്ന് തിരുത്തിയിരിക്കുന്നത്. ബോധപൂർവമാണ് രഹന ഫാത്തിമയുടെ പേര് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കുറെ കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ രഹന ഫാത്തിമയുടെയും ബിന്ദു അമ്മിണിയുടെയും പേര് മാത്രം പറഞ്ഞതിനകത്ത് തന്നെ ഒരു കുഴപ്പമുണ്ട്. അത് നന്നായി NK പ്രേമചന്ദ്രന് മനസ്സിലാകും എന്നുമാണ് ഞാൻ കരുതുന്നത്. പ്രേമചന്ദ്രനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലൊരു വലിയ വർഗീയ പരാമർശം നടത്തിയപ്പോൾ അത് ഞെട്ടലോടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടത്. പ്രേമചന്ദ്രൻ തന്നെയാണോ ഈ പറയുന്നത് എന്ന് പലരും സംശയിച്ചു. എന്നാൽ പ്രേമചന്ദ്രനാണ് എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് വന്ന ആ വലിയ മാറ്റം അത്ഭുതത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണുകയായിരുന്നു. പ്രേമചന്ദ്രൻ പറഞ്ഞതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ താൻ പറയുന്നത് തന്നെയാണ് തെളിവ് എന്ന് അദ്ദേഹം പറയും. അതായത് ആർക്കെതിരെയും ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാമെന്ന സാഹചര്യം, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനെതിരെ. പ്രേമചന്ദ്രൻ വിശുദ്ധനാകുന്നത് അക്ഷരസ്ഫുടതയോടെ വർഗീയത പറയുന്നത് കൊണ്ടോ സംഘപരിവാർ അനുകൂല പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ടോ മാത്രമല്ല, പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ ആയതുകൊണ്ട് കൂടിയാണ്. അതിന് പ്രേമചന്ദ്രൻ്റെ പാർട്ടിയായ RSP ഇടതല്ലേ എന്ന് പലരും ചോദിക്കും. ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഇടത് RSP അല്ല ഇത്. പ്രേമചന്ദ്രൻ ഒരു ഇടതുപക്ഷക്കാരനുമല്ല. ഇപ്പോൾ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശം താൻ നടത്തിയതെന്നാണ് MP ആയിരിക്കുന്ന NK പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. CPIM ഈ പരാമർശങ്ങളെ നിലവിലെ ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഗോപീകൃഷ്ണൻ,
ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ചവറയിൽ ഷിബു ബേബി ജോണിന്റെ വീട്ടിലുണ്ടാക്കിയ ബീഫ് വരട്ടിയത് കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ എത്തിക്കുകയും അവിടെ നിന്ന് MP എന്നുള്ള നിലയിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയും ആ പോലീസ് പ്രൊട്ടക്ഷനിൽ ഈ ബീഫ് വരട്ടിയതും പൊറോട്ടയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് അവിടെ ബിന്ദു അമ്മണിക്കും കനകദുർഗക്കും ശ്രീ പ്രേമചന്ദ്രൻ വിളമ്പുകയും അദ്ദേഹത്തിന് പോലീസ് അനുവദിച്ച MP എന്നുള്ള റിക്വസ്റ്റിൽ അദ്ദേഹത്തിന് പോലീസ് അനുവദിച്ച പോലീസ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും ശബരിമലയിൽ എത്തിച്ച് ഇടതുപക്ഷത്തിനും പിണറായി ഗവൺമെന്റിനുമെതിരെ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാനുള്ള നാടകം നടത്തിയത് ശ്രീ NK പ്രേമചന്ദ്രൻ MP എന്ന UDF നേതാവാണ്. ഇതാണ് ആ പ്രസ്താവനയോടുള്ള എന്റെ തിരിച്ചുള്ള പ്രസ്താവന. വളരെ ആധികാരികമായാണ് ഞാൻ പറയുന്നത്. ആധികാരികമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ പ്രസ്താവനയിൽ? ആധികാരികമായി എന്ന് പറഞ്ഞാൽ ശ്രീ VP മുസ്തഫ തെളിവുകൾ സഹിതമാണോ താങ്കൾ പറയാൻ പോകുന്നത്? എന്റെ ഗോപികൃഷ്ണൻ എന്താണ് ശ്രീ പ്രേമചന്ദ്രന്റെ തെളിവ്? ഇത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോ? അദ്ദേഹം ആദ്യം പൊതുയോഗത്തിൽ പ്രസ്താവന നടത്തി. അതെ. പിന്നീട് ഈ പറഞ്ഞതുപോലെ വലിയ വിമർശനം വന്നപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകരെ വിളിച്ച് താങ്കൾ ഇവിടെ പറയുന്ന പോലെ, അടിവരയിട്ട് പറയുന്ന പോലെ ആവർത്തിച്ചു. എന്താണ് തെളിവ് എന്ന് ചോദിച്ചോ? അദ്ദേഹം തെളിവ് ഹാജരാക്കിയോ? ഞാൻ പറഞ്ഞാൽ ശബരിമല വിഷയത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം. അവിടെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രജൽ മാക്കുറ്റിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവർ പറയാം, നമുക്കത് അന്തസ്സായിട്ട് ഏറ്റെടുക്കാം. പക്ഷെ UDFന്റെ നേതാവായിരിക്കുന്ന ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കുന്ന ഒരാൾ ഈ നടത്തിയ പ്രസ്താവന, ഗോപികൃഷ്ണൻ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ താങ്കൾ മനസ്സ് തുറന്നു പറ, എന്തെങ്കിലും ആധികാരികതയുണ്ടോ, വസ്തുതയുണ്ടോ? 2018 നടന്ന ഒരു ഒറ്റ കാര്യം കൂടി ശ്രീ VPP, വേറൊരു കാര്യം കൂടി NK പ്രേമചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനായിരിക്കുകയാണ് ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ. NK പ്രേമചന്ദ്രൻ പറയുന്നത് അന്ന് ഇത് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷിബു ബേബി ജോണും VD സതീശനുമൊക്കെ ഇതേ പ്രസ്താവനകൾ നടത്തി. അവരോട് ആരോടും ഇല്ലാത്തൊരു അസഹിഷ്ണുത വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും താൻ ഈ ഒരു പരാമർശം നടത്തുമ്പോൾ ഉണ്ടാകുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ ഈ പ്രസ്താവനകൾ ഗോപികൃഷ്ണൻ ഒരു മാധ്യമ പ്രവർത്തനല്ലേ? ഷിബി ബേബി ജോണും VD സതീശനും ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ബീഫും പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷം മല കയറ്റിച്ചത് എന്നൊക്കെ ഒരു സമൂഹ മധ്യത്തിൽ സജീവമായി ശ്രദ്ധയിൽ വരുന്ന നിലയിൽ ഈ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മയിലില്ല. റിജില് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അന്നുള്ള പ്രതികരണം എന്നുള്ള കാര്യം. ഇവിടെ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ പ്രസംഗത്തിൽ, പന്തളത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞ പേര് രഹിന ഫാത്തിമയാണ്, കനകദുർഗയുടെ പേരല്ല. രഹിന ഫാത്തിമയും ബിന്ദു അമ്മിണിയും അവർക്ക് പൊറോട്ടയും ബീഫും ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ്, പിണറായിയുടെ പോലീസ് വാങ്ങിച്ചു കൊടുത്ത് അവരെ മല കയറ്റിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ പിറ്റേ ദിവസം മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം രഹന ഫാത്തിമ എന്നുള്ള പേര് ഒഴിവാക്കി കനകദുർഗ എന്നാക്കി. പക്ഷേ ബീഫ് ഒഴിവാക്കിയില്ല. ഈ 2 ദിവസത്തെ പ്രസ്താവനയിൽ തന്നെ പേരുകൾ മാറുകയാണ്. അദ്ദേഹം ആധികാരികമായും വസ്തുതാപരമായും പറയുന്ന കാര്യത്തിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പേരുകൾ പോലും മാറുകയാണ്. ഇതൊരു ശുദ്ധഗതിയോടുകൂടി നടക്കുന്ന ഒന്നാണ്. അബദ്ധത്തിൽ നാവിൽ നിന്ന് വരുന്ന ഒരു പിഴവാണോ ഈ പേരിലുണ്ടായ മാറ്റം? ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം രഹന ഫാത്തിമ എന്നും ബീഫ് എന്നും പ്രയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ നോക്ക്. അതുണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും? അത് വെച്ചുകൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന നിലയിൽ സൈബർ ഇടങ്ങളിൽ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗോപികൃഷ്ണൻ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അദ്ദേഹം ആ പേരുകൾ പ്രത്യേകം അന്നത്തെ പൊതുയോഗത്തിൽ, പന്തളത്തെ പൊതുയോഗത്തിൽ രഹന ഫാത്തിമയുടെയും ഈ പേരും, അതിലെങ്ങനെയാ വസ്തുത വരിക? ഗോപികൃഷ്ണൻ ഓർമ്മിക്കല്ലോ, രഹന ഫാത്തിമ എന്ന പേരുള്ളയാൾ ശബരിമലയിൽ കയറാൻ ശ്രമിച്ചത് 2018 ഒക്ടോബർ മാസത്തിലാണ്. ബിന്ദു അമ്മണിയും 2018 ഒക്ടോബർ 19-നാണ്. 2018 ഒക്ടോബർ 19-നാണ് അവർ കയറാൻ ശ്രമിച്ചതും പിന്നീട് അവരെ ഈ വലിയ പ്രതിഷേധം ഉണ്ടായതും ഒക്കെ ആ സമയത്താണ്. അതെ, അതേസമയം ബിന്ദു അമ്മണിയും കനകദുർഗയും ആ പേരുള്ളവർ മല കയറാൻ ശ്രമിച്ചത് 2019 ജനുവരിയിലാണ്. അതെ, 2019 ജനുവരി 2 or 3 ആണ്. 2019 ജനുവരി ആദ്യത്തിലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ഒക്ടോബറിൽ വന്ന രഹന ഫാത്തിമക്കും ജനുവരിയിൽ വന്ന ബിന്ദു അമ്മിണിക്കും ഒരുമിച്ച് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഈ ബീഫും പൊറോട്ടയും കൊടുക്കുന്നത്? അപ്പൊ തന്നെ പ്രസ്താവന ആധികാരികമല്ല എന്ന് മനസ്സിലായല്ലോ. ആ പ്രസ്താവനയിൽ ഒരു വസ്തുതയും ഇല്ല എന്ന് വെളിവാകുകയാണല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ ആരോപണമാണ് എന്ന്. അസംബന്ധമല്ലേ അദ്ദേഹത്തെ പോലെ
ഒരു ഉന്നത ശീർഷനായ ഒരു സാധാരണ റജിൽ മാക്കുട്ടിയും എന്നെയൊക്കെ പോലെ താഴെയുള്ള ഒരാളല്ലോ, മന്ത്രിയായിരുന്ന ഒരാൾ, MP ആയിട്ട് തുടർച്ചയായിട്ടിരിക്കുന്ന ഒരാൾ, RSPയുടെ ദേശീയ നേതൃനിരയിലുള്ളയാൾ, UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാൾ, നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരാൾ ഇത്ര ചീപ്പായിട്ട് ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ശബരിമലയുടെ പേരിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞോളൂ, പക്ഷെ ഇങ്ങനെ ചീപ്പായിട്ട് ഏറ്റവും വില കുറഞ്ഞ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ നിലയിലുള്ള സൈബർ ഇടങ്ങളിലെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പ്രേമചന്ദ്രനെ പോലെ ഒരാൾ നടത്താൻ പാടില്ലാത്ത തരത്തിൽ അസംബന്ധം, ഏറ്റവും വില കുറഞ്ഞ ഒരു ആരോപണം, ഒരു ആധികാരികതയുമില്ലാതെ, ഒരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ അദ്ദേഹത്തിന്റെ 2 ദിവസങ്ങളിലെ മണിക്കൂറുകൾക്കിടയിലുള്ള പ്രസ്താവനകളിലെ ഈ വ്യത്യാസം തന്നെ നോക്കിയാൽ, പേരുകളിലെ വ്യത്യാസം, തീയതികളിലെ വ്യത്യാസം, സാഹചര്യങ്ങളിലെ വ്യത്യാസം നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു മോക്കായിട്ട് ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത്. ഇതൊക്കെ ഒരു തമാശയാക്കിയിട്ട് വിടേണ്ട ഒന്നല്ല, ഇതൊക്കെ ഒരു ചർച്ചക്കെടുക്കും. അതല്ലാതെ എടുത്തോ, ശബരിമലയിലെ പ്രശ്നങ്ങൾ നമ്മൾ കുറെ ദിവസമായല്ലോ ഗോപീഷൻ പറയുന്നത്. അല്ലാതെ ഈ NK പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവന ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഫ്ലോറിന്റെ വിലപ്പെട്ട സമയം ഉപയോഗിച്ച് ചർച്ച ചെയ്യാൻ മാത്രം ഒരു ആധികാരികതയും ഇല്ലാത്തതല്ലേ, തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നല്ലേ എന്നുള്ളതാണ് കാണേണ്ടത്.